നിൽക്കുന്നത്? ഞാനിവിടെ ഉണ്ടേ. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? അതുമല്ല, ഞാൻ താഴെ മുഴുവൻ നോക്കിയിട്ട് വരികയായിരുന്നു. എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതി. അബദ്ധാന്നുള്ള എനിക്കറിയാം. അതല്ല, പിന്നെന്താ? താഴെ തമ്മിയുടെ രണ്ടാമത്തെ മോന്റെ പേര് പ്രദീപ് എന്നാ. ആണോ? എന്റെ ഭാഗ്യം. അതെന്താ? എടി, അവരെന്റെ കൂട്ടുകാരനല്ലേ. ഞാനല്ലേ അവര് രാത്രി കഥ തുറന്നു കൊടുത്തത്. എന്നിട്ടെന്താ എന്നോട് പറയുന്നത്? എങ്ങനെ പറയാനാ? നീ ആണെങ്കിൽ കൂർക്കം വിളിച്ച് ഉറക്കം വരുന്നില്ലേ? രാവിലെ ഞാനതങ്ങ് മറന്നുപോയി. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ വേഗം കുളിച്ച് റെഡിയാവട്ടെ. ഇന്ന് ബാങ്കിൽ ഓടിച്ചുകൊള്ളതാ. ഞാൻ രാത്രി വരെ ലേറ്റ് ആവുകയെ. എന്നുവെച്ചാ 2 ദിവസം ലീവ് എടുത്തു പറഞ്ഞ് എന്നെ കൊണ്ട് ലീവ് എടുപ്പിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഓഡിറ്റിംഗ് ഉണ്ടെന്നോ? വഴക്കാക്കാതെ പെണ്ണെ. ലീവ് കിട്ടുമെന്ന് ഞാനും വിചാരിച്ചിരുന്നു. പക്ഷെ കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ബാക്കിയുള്ളവർക്ക് ലീവ് അങ്ങനെ ചുമ്മാ കിടക്കുമല്ലേ? ഇപ്പൊ മനസ്സിലായി നിന്നെ കൊണ്ട് തന്നെ ലീവ് എടുപ്പിച്ചെന്ന്. മോളിതൊക്കെ അലക്കി വീടൊക്കെ വൃത്തിയാക്കി വെക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞെത്തില്ലേ? എന്തോ നാണമില്ലാത്തത്. ആ ടൗലിനെടുത്തേ. തുറന്നേ. തുറക്ക. ഇങ്ങോട്ട് ചുമ്മാ ഇരിക്കും. ഏതായാലും നനഞ്ഞില്ലേ? ഇനി കുളിച്ച് കയറി വാ. അയ്യോ, രോഷ്ണി, കുളി കഴിഞ്ഞില്ലേ? ഞാൻ പോവാ. 1 മിനിറ്റ്, ചേട്ടനെ പരിചയപ്പെടാൻ വേണ്ടി താഴെ എല്ലാരും വെയിറ്റ് ചെയ്യാ. അയ്യോ, അത് പറ്റില്ല. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. പോകുന്ന ഒഴിക്കാൻ പരിചയപ്പെട്ടോളാം. 25 വർഷമായിട്ട് എനിക്കറിയാവുന്ന എന്റെ തന്തയെന്നുള്ളതിന് നീ പരിചയപ്പെടുത്ത്. അയ്യ രോഷ്ണി, ഞാൻ പോകുന്നേ. ബൈ. എന്താ? ഞാൻ ഒരു കാര്യം പറയാനാ വന്നേ. പിന്നെ നമുക്ക് ആ താഴത്ത് വീട്ടുകാരായിട്ട് അത്ര വലിയ അടുപ്പൊന്നും വേണ്ട കേട്ടോ. അതെന്താ? അത് ആ തന്തയ്ക്കും തള്ളയ്ക്കും വട്ടാ. അയ്യോ. പിന്നെ മൂത്ത മോനില്ലേ, അവൻ കൊട്ടി കൊട്ടി വട്ടായതാ. അയ്യോ ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇളയ മോനിൽ പ്രദീപില്ലേ, അവന് മാത്രം വട്ടില്ല. അവനെ എന്നോട് പറഞ്ഞ് ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം അവരോടൊക്കെ അടുത്ത് പെരുമാറാൻ. അയ്യോ ദൈവമേ, കണ്ടാൽ അങ്ങനൊന്നും തോന്നില്ല കേട്ടോ. ഇത് പറയാൻ കൂടി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ. ചുരുക്കി പറഞ്ഞാലേ താഴത്തെ വീട്ടുകാരായിട്ട് നമുക്ക് അത്ര വലിയ ബന്ധമൊന്നും വേണ്ട കേട്ടോ. വേണ്ട. ഞാൻ പോയാലും ഇവിടെ കഥ കടച്ച് പൂട്ടിയിരുന്നോ, ഞാൻ വന്ന് മുട്ടിയെ മാത്രം തുറന്നാ മതി. അയ്യോ, കുളിച്ചിട്ട് തല ഉണങ്ങിയില്ല അല്ലേ? പോയി തോർത്ത് പനി പിടിക്കും. അല്ല, പുറത്തു കഴിഞ്ഞോ? നീ കാപ്പ് കുടിക്കുന്നില്ലേ? സോറി, സമയമില്ല. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കാണുമോ? ഒന്നും പറയാൻ പറ്റില്ല. പ്രദീപേ, മോളിലുള്ളത് എന്റെ കൂട്ടുകാരൊന്ന് വിളിക്കേ, ഞങ്ങളും കൂടെ ഒന്ന് കണ്ടോട്ടാ. അച്ഛൻ കണ്ടില്ലേ? അവന്താ ഇപ്പൊ പോയുള്ളൂ അങ്ങോട്ട്. പോയി. കാലം വന്ന് കരുത്തെ കരടുന്നതിന് മുമ്പ് അവനെ ഒന്ന് കാണാൻ പറ്റൂടാ. ഇങ്ങോട്ട് വന്നേ. അങ്ങോട്ട് നോക്കിയേ. ഇങ്ങോട്ട് നോക്കാൻ. സിമ്പിൾ. നിനക്കിടക്ക് സിമ്പിൾ എന്ന് പറയാം, അനുഭവിക്കുന്നവർക്കല്ലേ എന്റെ ദുരിതം അറിയൂ. എടാ മണ്ട് ഗണേശ, തലയ്ക്ക് താഴ്ത്താമസം വേണം. നിന്റെ അപ്പന്റെ അമ്മയുടെ മുമ്പില് ഒരുത്തനെ കൊണ്ട് നിർത്തുക. എന്തിനാ? അവർക്ക് കാണാൻ മാങ്ങാത്തൊലി. എടാ റോഷ്നിയുടെ ഭർത്താവായിട്ട് ഒരുത്തനെ കൊണ്ട് നിർത്തുക. അതിന് റോഷിന്റെ ഭർത്താവ് ഞാനല്ലേ? നീയല്ല, വേറൊരുത്തൻ. അതങ്ങനെ വേറെ ആളാണ്. നിന്റെ അപ്പന്റെ അമ്മയുടെ മുമ്പില് റോഷ്നിയുടെ ഭർത്താവ് പ്രദീപ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തനെ കൊണ്ട് അവതരിപ്പിക്കുക. പിന്നെ മേളിലത്തെ പ്രദീപിനെ കാണണം തുറന്ന് നിന്നെ മൂപ്പിലാൻ ശല്യപ്പെടുത്തില്ലല്ലോ. നിനക്ക് രാത്രി ഏണി വഴി കയറുകയും രാവിലെ ഇറങ്ങുകയും ചെയ്യാം. സോ സിമ്പിൾ. ചായ മാറ്റിയടേ. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക, എന്റെ തന്ത എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഒരു കലാകാരനായ എന്റെ മുഖത്തേക്ക് ചോദിച്ചു, ഇത്രയും കാലം കൊട്ടി നടന്നിട്ട് എന്തുണ്ടാക്കിയെന്ന്. എന്നാ കേട്ടോ,
ഉണ്ടാക്കിയിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാ ഒന്ന് തെളിച്ച് പറ. ഈ 15-ാം തീയതി നിങ്ങളുടെ മകൻ പ്രഭാകരൻ കച്ചേരിക്ക് മൃദംഗം വായിക്കുന്നു. ഏ? ആ, പാട്ടുകാരനായിരിക്കും. തൊക്കടായും ചക്കടയൊന്നുമല്ല, സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗായകൻ ഇന്നസെന്റിന്റെ കച്ചേരിക്ക് കേളകത്ത് പ്രഭാകരൻ മൃദംഗം വായിക്കുന്നു. ഗുരുവായൂരപ്പ, എന്റെ പ്രാർത്ഥന ഫലിച്ചു. മുറിക്കത്ത് പങ്കണ്ട ഇതെങ്ങനെ ഇവിടെ വന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞതാ ഈ വേണ്ടാത്ത പണിക്ക് പോണ്ടാന്ന്. സുഭദ്ര, ഞാൻ വേണ്ട വേണ്ട, ഈ ഏണി ഏണി അടിച്ചോണ്ടൊന്ന് അപ്പുറത്ത് വെച്ചേ. ഈ ഏണി നമുക്കൊരു പാരയാകുന്ന ലക്ഷണമാണ്. ഇന്നെന്താ കഴിക്കാൻ? കഞ്ഞിയും പയറും. കഞ്ഞിയും പയറ്, എന്താ? സാമ്പാറ്, അവിയല്, പപ്പടം, പുളിശ്ശേരി, പായസം, ഇതെല്ലാം കൂട്ടി എനിക്ക് നൂണ് കഴിക്കണം. എന്നാ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോവാം. അത് ശരിയാവില്ല. എനിക്ക് നിന്റെ കൊണ്ട് തന്നെ ഉണ്ടായി കഴിക്കണം. ഓ, ഇന്നെന്താ ഇത്ര നിർബന്ധം? ഇന്നെന്റെ പിറന്നാളല്ലേ? അയ്യോ, എന്നിട്ടെന്താ എന്നോട് പറയാഞ്ഞേ? ഞാനിപ്പോഴല്ലേ ഓർത്തത്. അയ്യോ, അതിന് സാധനങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ? എന്താ വേണ്ടെന്ന് വെച്ചാ ലിസ്റ്റ് കൊടുത്താ എവിടെ ഉണ്ടെങ്കിലും സാധനം ഞാൻ ഓൾറെഡി ഇവിടെ എത്തിക്കും. അയ്യോ, വിടുന്നേ. ഇതിലെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ? എല്ലാം ഉണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ? മോള് നേരെ അടുക്കളയിലേക്ക് കയറിക്കോ, ഞാൻ സാധനങ്ങളുമായിട്ട് ഇപ്പൊ എത്തിയേക്കാം. ഈ സാധനങ്ങൾ വാങ്ങി നീ എത്രയും പെട്ടെന്ന് എത്തണം. ഞാൻ താഴെ ഉണ്ടാവും. വേഗം വേഗം വാ. അല്ല, രാവിലെ പോയാ പോരെ മോനെ? പോരമ്മേ, നമ്മുടെ ഉരുപ്പടികൾ നമ്മൾ തന്നെ സൂക്ഷിക്കണ്ടേ? ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല. അതും ശരിയാ. രാത്രി ആദ്യം ഉറക്കമൊഴിയാതെ സൂക്ഷിക്കണം. ഇതാര് പ്രദീപണനോ? അതേടാ കൊച്ചു പ്രദീപേ. അമ്മേ, ഇത് മനസ്സിലായി. മനസ്സിലായി. മോളിലെ എവിടെ കാണട്ടെ? ഇനി ചത്താലും തിരക്കേടില്ല. ഇയാളെ മുഖം ഒന്ന് കാണാൻ സാധിച്ചു. അപ്പൊ ഹൗസിന് ഒരു കുഴപ്പമില്ല, എല്ലാ സൗകര്യവും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെയും പേര് ഒന്നായതുകൊണ്ട് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി കൂട്ടുകാർ ഇവനെ കൊച്ചു പ്രദീപെന്നും എന്നെ പ്രദീപ് അണ്ണാന്നുമാണ് വിളിക്കാറ്. എന്നാ പ്രതിവണ്ണം വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ഇവ മേളിലെത്തിയിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ. റോഷിനി കാത്തിരിക്കുക. മോൻ ആദ്യം മോളിൽ കൊണ്ടുവന്ന് കൊടുക്ക. അവൻ ഇവിടെ തന്നെയല്ലേ താമസം. സംസാരിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. ഞാൻ ഇറങ്ങട്ടെ അമ്മ. ആ എടാ കേപ്പി, നിന്റെ ഈ കൂടുതൽ ഉറക്കൊഴിഞ്ഞുള്ള ബിസിനസ് ശരീരത്തിന് ദോഷം ചെയ്യും. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോനെ. ഞാൻ പോട്ടെ. വയ്ക്കോ, ഞാനും പോട്ടെ അമ്മേ.
അപ്പൊ നാളെ കാണാം. അയ്യോ അപ്പൊ ഞാൻ ഇവിടെ കിടക്കും. റോഷ്നി, എത്ര പെട്ടെന്ന് എത്തിയോ? വേഗം പോയി കുളിച്ചിട്ട് വാ. അരമണിക്കൂറിനുള്ളിൽ ഞാൻ ഭക്ഷണം റെഡിയാക്കാം. ഇനി പാതിരാത്രിക്ക് എന്തൊന്ന് ബർത്ത്ഡേ ആഘോഷിക്കാം. അതൊക്കെ നമുക്ക് നാളെ ആഘോഷിക്കാം. അയ്യോ, പടവലിങ്ങ, പടവലിങ്ങ. എടുത്ത് കാണാതെ. പൈപ്പ് തുറക്കുന്നവനെ അടയ്ക്കാൻ അറിയാൻ പാടില്ലേ? വയസ്സുകാലത്തൊരു ഏണിക്കളി. ചുമ്മാ ഇരിക്കുന്നേ. ഈ മഞ്ഞ തന്നെ നിർത്തിയിട്ടാണ് മേളി മദനോത്സവം താഴെ കൊട്ടും. ഈ ഐഡിയ പറഞ്ഞു കൊടുത്ത എന്റെ മരം മണ്ടയ്ക്ക് വേണം ഇടിക്കാൻ. ഈ വയസ്സുകാലത്ത് ഞങ്ങൾ പ്രാന്താണ്. ഞാൻ ഊളം പറക്കൊണ്ട് ആരുമില്ലേ? അഞ്ചു മാസമായി നിന്നെ അന്വേഷിച്ച് നടക്കാം. ഇപ്പഴല്ലേ പറ്റിയിട്ട്